ഒരു പാവം പെണ്ണായാണ് റോഡ് ക്രോസ് ചെയ്തപ്പോൾ കക്ഷി ഒന്ന് വണ്ടി തട്ടിയത് ഇത്തിരി സിവിയറായിട്ട് ഡാമേജ് വന്നു. അവിടുത്തെ നാട്ടുകാർ വിളിച്ച് പറഞ്ഞതനുസരിച്ച് നമ്മൾ ആളെ എത്രയും പെട്ടെന്ന് നമ്മുടെ പറവൂർ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടർ ഗിരീഷിൻ്റെയും അതുപോലെ ഡോക്ടർ ബേസിൽ ഡോക്ടറിൻ്റെയും ഹെൽപ്പോട് കൂടി അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി നമ്മളാളുടെ ട്രീറ്റ്മെൻറ്റ് റൺ ചെയ്തു. വലിയൊരു പോർഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ സമയോചിതമായിട്ട് ഇടപെടൽ നമുക്ക് വേണമെങ്കിൽ പറയാം. സമയം കൊണ്ട് ആളെ ഭാഗം നമ്മൾ കവർ ചെയ്ത് ഇപ്പോൾ ആൾ റിക്കവറി സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും വേണം ആൾ സർവൈവ് ചെയ്യാൻ. വിഷ്വൽ കാണുമ്പോൾ ഭയം ഉണ്ടാവും. വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് ഇച്ചിരി കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. നായയാണത്, വട്ടൻ കയറാം. അപ്പോൾ നിങ്ങൾക്കും അവർക്കും റിസ്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനല്ല പറയുന്നത്. ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നായ്ക്കളോ മറ്റ് ആനിമൽസോ വട്ടം കയറുമ്പോൾ പരമാവധി വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. ദൂരെ കാണുമ്പോൾ തന്നെ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക. നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അവരുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുക. അതുകൂടി ഇതുപോലെ അപകടങ്ങൾ നമുക്കും അവർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ വീഡിയോ കണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇൻഫർമേഷൻ ലൈക്ക് ചെയ്യുക. ഇവളുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു മിനിറ്റ്, ഇതിന് ഭക്ഷണം കൊടുക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് അനിരുദ്ധ്. പറയും അനിരുദ്ധ്, ആദ്യം തന്നെ താങ്ക് യു. ഇവള് നോക്കിയതിന്, ഭക്ഷണം കൊടുക്കുന്നതിന്. എന്തുകൊണ്ടോ ഇവിടെ പേരുള്ളത്? ഓക്കെ. പേഷ്യൻ സർജറി കഴിഞ്ഞിട്ടുണ്ട്, ആളുടെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ആൾ ഓക്കെയാണ്. ഇനി ഒരു പോസ്റ്റ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉഷാറാവും. അത് നമുക്കൊന്ന് വന്ധീകരണം ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടൻ അവൻ്റെ മെഡിസിൻ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ആൾ ഓക്കെ ആയിട്ടുണ്ട്. ഡോക്ടർ ബേസിലാണ്. ഡോക്ടറെ താങ്ക് യു. ഡോക്ടർ ഗിരീഷും ഡോക്ടർ ബേസിലും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപാട് ടൈമിൻ്റെ എഫേർട്ട് കൊണ്ട് ആൾ സെഡേഷന് വിട്ട് വരുന്നുള്ളൂ.